നീ എൻ സ്വന്തം ഭാഗം 40. അവൾ ലാവണ്ടർ കളറിലുള്ള ഒരു സെൽവാറാണ് ഇട്ടത്. നന്നായി തന്നെ ഒരുങ്ങി അവൾ ഇറങ്ങി. അവളെ കണ്ടതും ബാനു കൊള്ളാം, വേഗം വിട്ടോ, അവൾമാര് സിനിമയിൽ മുഴുകിയിരിക്കുകയാണ്. ഇനിയെങ്ങാനും പുറത്തു പോകുന്നത് കണ്ട അപ്പോൾ എല്ലാം കൂടി ചാടി ഇറങ്ങി വരും. ഇപ്പോൾ കാണാതെ പോകുന്നതായിരിക്കും സേഫ് എന്ന് ബാനു പറഞ്ഞതും അത് ശരിയാണെന്ന് തോന്നിയതും പതിയാണ് അവൾ ചെന്നത്. അവൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ പോകുന്നത്. അവൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സമയം 12:45 കഴിഞ്ഞിരുന്നു. കാറിലാണ് ദക്ഷ ശിവക്ഷേത്രത്തിലേക്ക് പോയത്. പാർക്കിങ്ങിലേക്ക് തിരിയുമ്പോഴേ അവൾ കണ്ടു അന്ന് കാറിട്ട അതേ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ശ്രീദേവിൻ്റെ കാറ്. അവൾ കാർ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ശ്രീദേവിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രീദേവ് കോ പാസഞ്ചർ സീറ്റ് തുറന്നു കൊടുത്തു. അതിലൂടെ അവൾ കുനിഞ്ഞ് ശ്രീദേവിനെ നോക്കിയതും കയറ് അവൻ പറഞ്ഞു. ദക്ഷ സീറ്റിലേക്ക് കയറി ഇരുന്നതും ഇവിടെ ഇരുന്ന് സംസാരിക്കണോ അതോ ഒരു ഡ്രൈവ് പോകണോ? ശ്രീദേവ് ചോദിച്ചു. വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. പുറത്തേക്കിറങ്ങിയ ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നമാവും, അവൾ പറഞ്ഞു. ശ്രീദേവ് അവൻ്റെ സീറ്റ് കുറച്ചുകൂടി പുറകിലേക്ക് ഇറക്കിയിട്ടുകൊണ്ട് തിരിഞ്ഞ് ദക്ഷയെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ റെഡിയാണ് അല്ലേ? ശ്രീദേവ് ചോദിച്ചതും അവൾ റെഡിയാണ് എന്നുള്ള രീതിയിൽ അവനിരുന്നത് പോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചരിഞ്ഞിരുന്നു. ശ്രീദേവ് അവനെക്കുറിച്ച് പറയാൻ തുടങ്ങിയായിരുന്നു. ശ്രീദേവിൽ നിന്നും ശ്രീദേവ് ശക്തി എന്ന ബിസിനസ് മാനിലേക്കുള്ള തൻ്റെ മാറ്റത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തുടങ്ങുകയായിരുന്നു. എൻ്റെ പേര് അറിയാലോ, ശ്രീദേവ് ബാലചന്ദ്ര പ്രതാപ്. തിരിച്ചറിവ് ആകുന്നത് വരെ എൻ്റെ പേര് അങ്ങനെയായിരുന്നു. പിന്നെ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ പേര് ശ്രീദേവ് ശക്തി എന്നാക്കി. ഈ ശക്തി ആരാണെന്നും ബിസിനസ് എന്താണെന്നും ഞാൻ വഴിയെ പറയാം. അച്ഛനെ അറിയാലോ, ഹൈദരാബാദുകാരനാണ്. അമ്മ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. ആദ്യം അച്ഛൻ വീട്ടുകാരെ പരിചയപ്പെടാം അല്ലേ? അച്ഛൻ്റെ അച്ഛൻ, അതായത് ദാദ പ്രതാപ് ചന്ദ്രമൗലി. ദാദി, അതായത് അച്ഛൻ്റെ അമ്മ അതിഥി പ്രതാപ്. അച്ഛന് താഴെയുള്ളത് സഹോദരനാണ് പ്രാണ പ്രതാപ്, ഭാര്യ ജാൻവി പ്രാണ, മകൾ കനിക, മകൻ കരൺ. അച്ഛൻ്റെ സഹോദരി അത് പ്രയാഗ പ്രതാപ്, ഭർത്താവ് അശോക് സിൻഹ, മകൾ നയന. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. അതായത് ഹൈദരാബാദ് വന്നില്ലേ, ആ വീട്ടിൽ ഇത്രയും പേരാണ് താമസിക്കുന്നത്. പിന്നെ ഞാനും അച്ഛനും അമ്മയും ശ്രാവണിയും അതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. എൻ്റെ അമ്മ അച്ഛൻ്റെ ഹൈദരാബാദുള്ള ഞങ്ങളുടെ കോളേജിൽ അധ്യാപികയായി പഠിപ്പിക്കാൻ വന്നതാണ്. അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. അമ്മയുടെ അച്ഛന് ബിസിനസ്സാണ്. അതായത് എൻ്റെ മുത്തശ്ശൻ്റെ പേര് ശക്തിദേവ്, മുത്തശ്ശി ദേവിക ശക്തിദേവ്. എനിക്ക് അമ്മ വീട്ടുകാരോടാണ് കുറച്ചുകൂടി ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ശരണ്യയ്ക്കും. അതിന് കാരണമുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ ബാലചന്ദ്ര പ്രതാപ് ഹൈദരാബാദുള്ള കോളേജ് നോക്കി നടത്തുന്നത്. അച്ഛൻ്റെ ഫാമിലിക്ക് ഒത്തിരി ബിസിനസ്സുകളുണ്ട്. അതിൽ എൻ്റെ ദാദ, ഞങ്ങൾ ദാദ എന്ന് വിളിക്കുന്നത് അച്ഛൻ്റെ അച്ഛനെയാണ് കേട്ടോ. ദാദയുടെ എതിരാളിയായിരുന്നു എൻ്റെ മുത്തശ്ശൻ ശക്തിദേവ്. അത് ആദ്യമൊന്നും അറിഞ്ഞില്ല. അവരുടെ വിവാഹം ഉറപ്പിക്കാനായിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും വാശിയുടെ പുറത്താണ് ഈ വിവാഹം നടന്നത്. പക്ഷേ എൻ്റെ മുത്തശ്ശന് എൻ്റെ അച്ഛനോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം മുത്തശ്ശൻ എൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അച്ഛൻ ആകെ കൂടി നോക്കി നടത്തുന്നത് ആ കോളേജ് മാത്രമാണ്. അത് നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അച്ഛൻ നോക്കി നടത്തിയത്. അച്ഛൻ മറ്റു ബിസിനസ്സുകളിലൊന്നും കൈകടത്താറില്ല. എൻ്റെ മുത്തശ്ശൻ, അതായത് അമ്മയുടെ അച്ഛൻ ശക്തിദേവ്, നേരായ വഴിയിലൂടെ ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർ ബിസിനസ്സിൽ നേരും നെറിയൊന്നും നോക്കാറില്ല. അതിന് എൻ്റെ ദാദയെ ബിസിനസ്സിൽ സഹായിച്ചു കൊണ്ടിരുന്നത് അച്ഛൻ്റെ സഹോദരി പ്രയാഗ പ്രതാപിൻ്റെ ഭർത്താവ് അശോക് സിൻഹയും മകൻ നാഗേന്ദ്ര സിൻഹയും ചെറിയച്ഛൻ പ്രാണപ്രതാപും മകൻ കരണുമാണ്. അവരും നല്ല രീതിയിലൊന്നുമല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ഹൈദരാബാദ് ജോലി ചെയ്ത് എന്ന് പറഞ്ഞില്ലേ, അതിനൊരു കാരണം കൂടിയുണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും ഹൈദരാബാദായിരുന്നു താമസം. അങ്ങനെയാണ് അമ്മയ്ക്ക് അച്ഛൻ്റെ കോളേജിൽ ജോലി കിട്ടിയതും. ഒരുപാട് ബിസിനസ്സൊക്കെ
മുത്തച്ഛനുണ്ടെങ്കിലും അമ്മയ്ക്ക് ബിസിനസ്സിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് ആ ജോലി. അതുകൊണ്ട് തന്നെ അച്ഛന് അമ്മയോട് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിക്കും അതേട്ടോ ഒരു മതിപ്പുണ്ടായിരുന്നു മകളെ ഓർത്ത്. മുത്തശ്ശന് ഇന്ത്യ ഒട്ടാകെ തന്നെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശൻ ശക്തിദേവിന് SS ഗ്രൂപ്പ് എന്നായിരുന്നു അതിന് പേര്. അതിനെ തകർക്കാനായിട്ട് എതിരാളിയായിട്ട് നിന്നുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛൻ ഫാമിലിയായിരുന്നു. ചന്ദ്രമൗലി ഗ്രൂപ്പായിരുന്നു SS ഗ്രൂപ്പിൻ്റെ എതിരാളി. ചന്ദ്രമൗലി എൻ്റെ അച്ഛൻ ഫാമിലിയാണ് കേട്ടോ. എപ്പോഴും ചന്ദ്രമൗലി ഗ്രൂപ്പും SS ഗ്രൂപ്പും തമ്മിൽ ബിസിനസ്സിൽ കൊമ്പ് കോർത്തുകൊണ്ടിരുന്നു. എന്നാൽ കൂടുതലും വിജയം സംഭവിച്ചുകൊണ്ടിരുന്നത് SS ഗ്രൂപ്പിനായിരുന്നു. എൻ്റെ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലും മുത്തച്ഛൻ ബിസിനസ്സിൽ വിട്ടുവീഴ്ചയൊന്നും കാണിച്ചുകൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓരോ ടെൻഡറുകളിലൂടെയും പുതിയ ബിസിനസ്സുകൾ മുത്തച്ഛൻ നേടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ എപ്പോഴും അമ്മയെ വിഷമിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പക്ഷേ അമ്മ എന്നാലും സംസാരിക്കില്ല മുത്തച്ഛനോട്. ടെൻഡർ വിട്ടുകൊടുക്കാൻ വരെ പറഞ്ഞ് അമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും അമ്മ മുതിർന്നിട്ടില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിലൊന്നും എന്നെ വലിച്ചിടരുത് എന്ന്. അച്ഛനും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ ദാദയുടെയും ദാദിയുടെയും പ്രഷർ വളരെ കൂടുതലായിരുന്നു. പിന്നെ ബുവയുടെയും, അച്ഛൻ്റെ സഹോദരിയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നു. എൻ്റെ ചാച്ച, അതായത് അച്ഛൻ്റെ അനിയൻ, വിവാഹം കഴിച്ചിരിക്കുന്നത് ബുവയുടെ, അതായത് അച്ഛൻ പെങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരിയെയാണ്, ജാൻവി. അപ്പോൾ തന്നെ അറിയാലോ അവർ തമ്മിലുള്ള ഒത്തൊരുമ. എല്ലാവരുടെയും പ്രഷർ അമ്മയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അച്ഛനും അമ്മയും ഒന്നും ആദ്യം അത് കാര്യമാക്കിയില്ല. പിന്നെ അച്ഛന് പ്രഷർ താങ്ങാതെ വന്നപ്പോൾ അച്ഛനും അമ്മയോട് പറയാൻ തുടങ്ങി. അമ്മ അപ്പോഴും അത് കാര്യമാക്കിയില്ല. ഒരു വാക്ക് പോലും അച്ഛൻ്റെ ഫാമിലിക്ക് വേണ്ടി അമ്മ മുത്തച്ഛനോട് സംസാരിച്ചിട്ടില്ല. പിന്നെ മുത്തച്ഛൻ്റെ ഒരേ ഒരു മകളാണ് കേട്ടോ എൻ്റെ അമ്മ. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം മോഡലിങ്ങും മറ്റും ചെയ്യുമായിരുന്നു. അതിന് കാരണം എൻ്റെ മുത്തച്ഛനാണ് കേട്ടോ. മുത്തച്ഛൻ ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ഓഫർ വന്നു. മുത്തച്ഛൻ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. മുത്തച്ഛൻ ചെയ്യാൻ പോകുന്ന പുതിയ മൂവിയിലേക്ക് എന്നോട് അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ്. അതിനും വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. ബിസിനസ് നോക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ്. ഞാൻ പറഞ്ഞു പഠനം കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് ബിസിനസ് നോക്കി നടത്താം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു യുദ്ധം തന്നെ നടന്നു പാലസിൽ. അതിനും അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നാൽ അമ്മ എന്നോട് പറഞ്ഞു, നിനക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളൂ എന്ന്. അതിൻ്റെ പേരിൽ എനിക്ക് അച്ഛനുമായിട്ട് വരെ എനിക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നു. പക്ഷേ ഞാൻ ചെയ്തു. അത് എൻ്റെ ഭാഗ്യം കൊണ്ടാണോ പാലസിലുള്ളവരുടെ നിർഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഹിറ്റായിരുന്നു. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഒരുപാട് മൂവീസ് കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തച്ഛന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതും വലിയൊരു ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ മുത്തച്ഛൻ നിൽക്കുന്ന സമയത്ത്. അത് SS ഗ്രൂപ്പിന് കിട്ടും എന്ന് വന്ന സമയത്തായിരുന്നു അപകടം സംഭവിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നോട് മുത്തച്ഛൻ പറഞ്ഞു, ആ ബിസിനസ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണെന്ന്. ആളെ പറഞ്ഞില്ല എന്നോട്, പക്ഷേ മുത്തച്ഛൻ ആരാണെന്ന് അറിയാമായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി ഞാൻ വിശ്വത്തിൻ്റെയും ശങ്കറിനെയും കൂട്ടി അന്വേഷണം നടത്തി. അതിൽ നിന്നാണ് അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അതിൻ്റെ ഉത്തരവാദി ചന്ദ്രമൗലി ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മറ്റാരുമല്ല, എൻ്റെ അച്ഛൻ പെങ്ങളുടെ ഭർത്താവ് അശോക് സിംഹയായിരുന്നു അതിന് പിന്നിലെന്നും. അപ്പോൾ എനിക്കൊരു വാശി തോന്നി. എൻ്റെ മുത്തച്ഛന് ആ ബിസിനസ് നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല എന്നൊരു വാശി. ആ വാശിയോടെ ഞാനും ശങ്കറും വിശ്വവും കൂടി അതിനുവേണ്ടി ഇറങ്ങി. അന്ന് റോയി ഞങ്ങളുടെ SS ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തച്ഛനെ അവിടെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ ബിസിനസ് പിടിക്കാനായി ഇറങ്ങിയത്. മുത്തച്ഛൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. ആ ബിസിനസ് ഞാൻ തന്നെ പിടിച്ചു. അതുകൂടിയായതും ചന്ദ്രമൗലി ഗ്രൂപ്പിന് പിന്നെ SS ഗ്രൂപ്പിനോട് വല്ലാത്ത പകയായി. ഞാനാണ് അതിന് പിന്നിൽ എന്ന് അവർക്കറിയില്ലായിരുന്നു. പിന്നെ മുത്തച്ഛനും ഇനിയും ബിസിനസ്സൊന്നും നോക്കി നടത്താൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ SS ഗ്രൂപ്പ് ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങി. ആരും അറിയാതെ. ഇപ്പോഴും SS ഗ്രൂപ്പ് എന്ന ആ ബിസിനസ് എൻ്റെയാണെന്ന് ആർക്കും അറിയില്ല. അത് നോക്കി നടത്തുന്നതിന് ചെറിയൊരു ബിസിനസ് ഞാൻ അതിനിടയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം പലപ്പോഴും എനിക്ക് ബിസിനസ് മീറ്റിങ്ങുകളും മറ്റുമായി പോകേണ്ടി വരുമ്പോൾ, ബിസിനസ് പാർട്ടികളിലും മറ്റും പങ്കെടുക്കേണ്ടി വരുമ്പോഴും ഒരു ആക്ടറായ ഞാൻ എന്തിന് അതിൽ പങ്കെടുക്കാൻ വന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും.
പ്രത്യേകിച്ച് ചന്ദ്രമൗലി ഗ്രൂപ്പിൻ്റെ ഒരു കാര്യങ്ങൾക്കും ഇടപെടാത്ത ഞാൻ അങ്ങനെ ബിസിനസ് കാര്യങ്ങളിലേക്ക് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും എന്നുള്ളത് കൊണ്ടാണ് SRD ഗ്രൂപ്പ് എന്ന പേരിൽ ഞാനൊരു ബിസിനസ് തുടങ്ങിയത്. അതും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മറ്റും നല്ല രീതിയിൽ തന്നെയായി. SRD ഗ്രൂപ്പ് എൻ്റെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ SS ഗ്രൂപ്പിൻ്റെ സാരഥി ആരാണെന്ന് ഒരുപാട് അന്വേഷണം നടക്കുന്നുണ്ട്. എല്ലാവരും SS ഗ്രൂപ്പ് എന്നാൽ ശ്രീദേവ് ശക്തി എന്നും ശക്തി ശ്രീദേവ് എന്നും പേരുണ്ട്. അത് ആർക്കും അറിയില്ല എന്ന് മാത്രം. ശരിക്കും എൻ്റെ അച്ഛൻ വീട്ടുകാരുടെ ചന്ദ്രമൗലി ഗ്രൂപ്പിന് എതിരായി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ SS ഗ്രൂപ്പ്, എൻ്റെ SRD ഗ്രൂപ്പും. മുത്തശ്ശൻ SS ഗ്രൂപ്പ് മറ്റൊരാൾക്ക് കൈമാറി എന്ന് മാത്രമാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതാരാണെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ് ബിസിനസ് ലോകം. അപ്പോൾ ദക്ഷയ്ക്ക് പറഞ്ഞു വന്നത് മനസ്സിലായോ? ഞാനൊരു ആക്ടർ മാത്രമല്ല, 2 വലിയ ബിസിനസ് ഗ്രൂപ്പ് എൻ്റെ കയ്യിലാണ്. അതിന് ഒരു മറ മാത്രമാണ് എനിക്ക് ആക്ടിങ്. പിന്നെ അച്ഛൻ വീട്ടുകാരുമായിട്ട് ഞാൻ അത്ര വലിയ രസത്തിലല്ല. അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അച്ഛനോടും വഴക്കിട്ട് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവിടെ എനിക്ക് അത്ര വലിയ സ്ഥാനമൊന്നുമില്ല. പിന്നെ അവരെന്നെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിന് കാരണം ഈ പേരും പ്രശസ്തിയും തന്നെയാണ്. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അവൻ നേരെ ഇരുന്നു കൊണ്ട് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത ഈ സിനിമാ രംഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കാൻ തയ്യാറാണ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതില്ലെങ്കിലും ശ്രീദേവ് ശക്തിക്ക് 2 ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്താനുണ്ട്. ഇപ്പോൾ എന്നെ സഹായിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് നീ പട്ടിണിയാകും എന്നുള്ള പേടിയൊന്നും വേണ്ട. സിനിമാ രംഗത്ത് നിന്ന് പൂർണ്ണമായി വിടാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരാളറിയാതെ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞു കളിക്കുന്നു. അതുകൊണ്ട് എവിടെയാണെങ്കിലും എനിക്ക് ശത്രുക്കൾക്ക് കുറവൊന്നുമില്ല. ഇതാണ് ശ്രീദേവ് ശക്തി എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഇനി പറ, എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമോ നിനക്ക്? അവളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ശ്രീദേവ് ചോദിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഒരിക്കലും ചന്ദ്രമൗലി ഫാമിലിയിലെ പ്രശ്നങ്ങളിടയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് നിൻ്റെ ഒപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കേണ്ടത്. അതിന് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പൊന്നുപോലെ ഞാൻ നോക്കിക്കൊള്ളാം. നീ വരുമോ ഈ ശ്രീദേവ് ശക്തിയുടെ ജീവനായിട്ട്? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയാണ് ശ്രീദേവ് ചോദിച്ചത്. അവളും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ നോക്കിയിരുന്നു. എനിക്ക് അവൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും ശ്രീദേവ് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. അവളുടെ മുഖത്തേക്ക് നോക്കി. ശരി, പെട്ടെന്ന് നീ മറുപടി പറയണ്ട. ഇത്രയും കേട്ടപ്പോൾ നിനക്ക് ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആലോചിക്കാനും എല്ലാം ഉണ്ടാകും എന്നെനിക്കറിയാം. നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും എനിക്കിനി പറയാനില്ല. ഇപ്പോൾ പറഞ്ഞതാണ് ശ്രീദേവ്. ഇതിനപ്പുറം ഒന്നുമില്ല. ഈ ശ്രീദേവ് എന്ന് പറയുന്ന ആക്ടർ മാത്രമല്ല, ശ്രീദേവ് ശക്തി എന്ന എന്നെ കൂടി ഉൾക്കൊള്ളാൻ നിനക്ക് സാധിക്കുമെങ്കിൽ മറുപടി പറയണം. ഒരുപാട് എന്നെ കാത്തിരിപ്പിക്കരുത്. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അതുകൊണ്ട് ആദ്യത്തെ എൻ്റെ പ്രണയത്തെ വിട്ടുകളയാൻ പറ്റില്ല എനിക്ക്. അത്രയും പറഞ്ഞ് ശ്രീദേവ് സീറ്റിലേക്ക് ചാരിയിരുന്നു. 2 പേരും കുറച്ച് സമയം മിണ്ടാതെയിരുന്നു. നമുക്കൊന്ന് ചെറിയൊരു ഡ്രൈവ് പോവാം, ശ്രീദേവ് ചോദിച്ചു. അതിന് അവൾ സമ്മതിച്ചു. അവിടെ നിന്നും ശ്രീദേവ് കാർ എടുക്കുമ്പോഴും അവൻ ഇടയ്ക്കിടെ ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് അവളും. ആ കാറിൽ മൗനമായിരുന്നു. അത് ശ്രീദേവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. എന്നോടൊന്നും ചോദിക്കാനില്ലേ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശ്രീദേവ് ചോദിച്ചു. ഇത്രയും കേട്ടിട്ടും തനിക്ക് എന്നോടൊന്നും പറയാനില്ലേ? അവൻ ഡ്രൈവിങ്ങിനിടയിലും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെൻ്റെ ജീവിതമല്ലേ? എനിക്ക് ആലോചിക്കണം. എടുത്തു ചാടി ഒരു ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ നീട്ടിവയ്ക്കുന്നത്. സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ തിരക്കുകളും അതിൻ്റെ സ്റ്റാർഡും അതെല്ലാമാണ് എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ഞാൻ സാധാരണ ഒരു പെണ്ണായിട്ടാണ് ചിന്തിക്കുന്നത്.
എനിക്ക് ഒരുപാട് തിരക്കുകൾ ഒന്നുമില്ലാതെ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വീട്ടിൽ വരുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭർത്താവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരക്കുകൾക്കിടയിൽ ഞാനെന്ന വ്യക്തിയെ മറന്നു കളയുന്ന ഒരാളെ അല്ല ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനൊരു ലൈഫിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഷ്ടത്തെ പെട്ടെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. അല്ലാതെ മറ്റൊന്നുമില്ല. അവൾ പറഞ്ഞതും ശ്രീദേവി അത്ഭുതത്തോടെ അവളെ നോക്കി. അതായത് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് അല്ലേ? ശ്രീദേവ് ചോദിച്ചു. അവൾ അത്ഭുതത്തോടെ അവളെ നോക്കുന്ന ശ്രീദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇഷ്ടമല്ല എന്ന് പറയാൻ ശ്രീദേവി ശക്തിക്ക് കുറവുകളൊന്നുമില്ലല്ലോ. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ ശ്രീദേവി ശക്തി. അപ്പോൾ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും എല്ലാവരും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ജീവിതമല്ലേ, എനിക്ക് ആലോചിച്ച് തിരഞ്ഞെടുക്കണം. ഒരുപാട് ആലോചിക്കാനുണ്ട്. എടുത്തു ചാടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിലേക്ക് കടന്ന് പിന്നെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമല്ലേ നഷ്ടമാകുന്നത്. ഇപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞാൽ ആ മറുപടിയിൽ എനിക്ക് ജീവിതകാലം മുഴുവനും ഉറച്ചു നിൽക്കാൻ പറ്റണം. ആ മറുപടിയിൽ മാത്രമല്ല, ആ ജീവിതത്തിലും. പാതി വഴിയിൽ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് പോകാനുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ കഴുത്തിൽ ഒരേ ഒരു താലിയെ വീഴൂ. ആ താലിയുടെ അവകാശി ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പൊരുത്തക്കേടുകൾ പറഞ്ഞ് ഒരിഷ്ടക്കുറവിൻ്റെ പേരിൽ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇത് ഞാൻ സ്വയം തീരുമാനിക്കുന്നതല്ലേ, സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതമല്ലേ. അതുകൊണ്ട് എനിക്ക് ആരോടും പരാതികളും പറയാൻ പറ്റില്ല. അപ്പോൾ ആലോചിക്കാനുണ്ട് എനിക്ക്, അവൾ പറഞ്ഞു. മനസ്സിലാവും എനിക്ക് നിന്നെ. നീ പറഞ്ഞതാണ് ശരി. പക്ഷേ ഞാൻ ആലോചിച്ചില്ല എന്ന് നിനക്ക് തോന്നരുത്. നീ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ശ്രീദേവി ശക്തിയുടെ ഒരു താലി അത് വീഴുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കഴുത്തിൽ മാത്രമേ വീഴൂ. ജീവിതകാലം മുഴുവനും എന്ത് പ്രശ്നം വന്നാലും ഈ ശ്രീദേവി ശക്തി നിൻ്റെ കൂടെ ഉണ്ടാകും. ശ്രീദേവിൻ്റെ ശക്തിയായിട്ട് ഈ രക്ഷയുണ്ടാകും, ശ്രീദേവ് പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. തലയൊക്കെ നല്ല വേദനയാണ്, തല പൊട്ടിപ്പോകുന്ന പോലെ. ഒരുപാട് സമയം ഫോണിലേക്കും ടാബിലേക്കും ഒന്നും നോക്കിയിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തലവേദനയുണ്ട്. ഇന്നത്തെ ഈ ഒരു ഭാഗം എത്ര നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാനിത് ചെയ്തതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് മാറിയാലാണ് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. എന്നാലും ഞാൻ മാക്സിമം മുടങ്ങാതെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.